ഇത്തവണ ഉടുമ്പൻചോലി UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സേനാപതി വേണുവാണ്. എങ്ങനെയുണ്ട് വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയിലാണ്. അത് വെറുതെ ഞങ്ങളൊരു വിജയപ്രതീക്ഷ പറയുന്നതല്ല. അതിന്റെ ഒരു മാനദണ്ഡം തൊട്ടു മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തെക്കാൾ ഞങ്ങൾ 2000 വോട്ടിൽ മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്രാമപഞ്ചായത്തും ഈ നിയോജക മണ്ഡലത്തിൽ ഇല്ലായിരുന്നു. 10 ഗ്രാമപഞ്ചായത്തുകളുടെയും ഭരണം ഇടതുപക്ഷത്തിനായിരുന്നു. ഞങ്ങളിപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചു. 6ാമത്തെ പഞ്ചായത്ത് രാജകുമാരി ഞങ്ങൾ തുല്യം എത്തി എന്നുള്ളതാണ്. അങ്ങനെ 5-1-6. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജാക്കാട് പഞ്ചായത്താണ്. CPMന്റെ ജില്ലയിലെ എല്ലാ പ്രമുഖ നേതാക്കളും അവരുടെ ഒരു പ്രവർത്തനവും കർമ്മമണ്ഡലവുമായിരിക്കുന്ന രാജാക്കാട് പഞ്ചായത്ത് ഞങ്ങളവിടുത്തെ 14 സീറ്റിൽ 10 സീറ്റ് UDF ഒറ്റയ്ക്ക് നേടി. ഞങ്ങളുടെ ഒരു റിബലാണ് അവിടെ വിമതനാണ് ജയിച്ചത്. അങ്ങനെ 11ാമത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ CPM വെറും 3 സീറ്റിലേക്ക് മാത്രം ഒതുങ്ങി എന്നുള്ളത്. 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതൊരു ശുഭസൂചനയാണ്. അപ്പോ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഞങ്ങളൊരു കംഫർട്ടബിൾ മെജോറിറ്റി, ഒരു നല്ല വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. 100% വിജയ സാധ്യതയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ 25 വർഷമായി ഇത് LDFന്റെ ഒരു കോട്ടയാണ്. ആ കോട്ട കീഴടക്കാനാണ് ഇപ്പോ ഒരു സ്ഥാനാർത്ഥിയെ UDF നിയോഗിക്കപ്പെട്ടത്. അല്ല, കോട്ടയെന്നല്ല, അത് പല കാരണങ്ങളാണ്. ഇപ്പൊ 2001 യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരുന്ന ഈ മണ്ഡലത്തില് അവിചാരിതമായി മാത്യു സ്റ്റീഫൻ സ്ഥാനാർത്ഥിയായിട്ട് വരികയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന അന്തഛിദ്രങ്ങളെല്ലാം അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചു എന്നുള്ളതാണ്. 2006 ആയപ്പോഴേക്കും കുറച്ചുകൂടി വ്യത്യസ്തമായ മറ്റു ചിത്രം. DICയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. പ്രഗത്ഭനായ ജില്ലയിലെ കോൺഗ്രസ് നേതാവാണ്. പക്ഷേ അന്ന് DIC സ്ഥാനാർത്ഥിയും അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം TV ചിഹ്നമൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷനാണ് അന്നുണ്ടായത്. 2011 പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് സ്ഥാനാർത്ഥി ഇവിടെ വന്നത്. പ്രാദേശികമായ ചില വികാരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് പരാജയപ്പെട്ടത്. 2016 ഞാനും M.M. മണിയും തമ്മിൽ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം 1109. ഏതാണ്ട് 3000-ലധികം ഇരട്ട വോട്ടുകൾ ആ ദിവസം തന്നെ, അതായത് 2016 മെയ് മാസം 16-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ ഏതാണ്ട് 3000-ലധികം ഇരട്ട വോട്ടുകൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് അവർ ചെക്ക് പോസ്റ്റും ഒക്കെ ബലമായിട്ട് കടത്തിവിട്ട് ഈ നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ അറിയാവുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ജനവിധി ആയിരുന്നില്ല 2016 നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല. മുമ്പ് UDFന്റെ കയ്യിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന മണ്ഡലമാണ്. LDFും ആ കാലത്ത് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 25 കൊല്ലമായി പല കാരണങ്ങളാൽ ഞങ്ങൾക്ക് ഈ മണ്ഡലം നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് തിരിച്ചു പിടിക്കാനുള്ള ചരിത്ര ദൗത്യവുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അത് നിശ്ചയമായിട്ടും തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഈ ഉടുമ്പൻചോലയിൽ M.M. മണിയുടെ സമാനതകളില്ലാത്ത വികസനം തങ്ങൾക്ക് വോട്ടായി മാറും എന്നാണ് LDFന്റെ ഒരു വാദം. അല്ല, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് എന്നതുകൂടി CPM അതിന് മറുപടി പറയേണ്ടതാണ്. ഇപ്പൊ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി ഇവര് കൊട്ടിഘോഷിക്കുന്നത് ഇപ്പോഴും അത് സ്കെലിറ്റനെ പൂർത്തിയായിട്ടുള്ളൂ. 5-8 വർഷമായി. ഇപ്പൊ നമ്മൾ ഉടുമ്പൻചോലയിലാണ് നിൽക്കുന്നത്. ഇവിടെ ആയുർവേദ ആശുപത്രി, ആയുർവേദ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. നല്ല കാര്യമാണ് ആരംഭിച്ചതൊക്കെ. പക്ഷെ ഇപ്പോഴും അത് ചുറ്റുമതിൽ കെട്ടുന്ന പണിക്ക് അപ്പുറത്തേക്ക് അതിന്റെ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അഭൂതപൂർവമായ വികസനം എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട പല വികസനങ്ങളും, അതുപോലെ തന്നെ പൂപ്പാറയിൽ ആരംഭിച്ചിരിക്കുന്ന കോളേജ്, ആ കോളേജിന് ഇപ്പോഴും കെട്ടിടം ഉണ്ടായിട്ടില്ല. ഒരു LP സ്കൂളിന്റെ കെട്ടിടത്തിലാണ് കോളേജ് പണിയുന്നത്. നെടുങ്കണ്ടത്തും വളരെ മുമ്പേ തന്നെ അനുവദിച്ച ഫയർ സ്റ്റേഷന് സ്വന്തമായിട്ട് കെട്ടിടമില്ലാത്ത സ്ഥിതി. ഇനി ആശുപത്രികളിലെ ചികിത്സാ രംഗം പരിശോധിച്ച് കഴിഞ്ഞാൽ പല ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ചികിത്സയ്ക്ക് സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങൾ ഇപ്പോഴും എന്താ പറഞ്ഞേ അത് സ്കെലിറ്റൻ മാതൃകയിൽ നിൽക്കുന്നു, അസ്ഥിപചരങ്ങളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ 10 കൊല്ലത്തെ വികസനം പറയുമ്പോഴും ആ വികസനത്തിലുള്ള പോരായ്മകളാണ് നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. അത് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. നിലവിൽ UDF സ്ഥാനാർത്ഥി MLA ആയിട്ട് നിങ്ങൾ ഈ മണ്ഡലത്തിൽ വിജയിച്ചു വന്നാൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, എനിക്ക് നിശ്ചയമായി അതിനെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുള്ള ആളാണ്. ഈ ജില്ല അനുഭവിക്കുന്നത്, ഈ നിയോജക മണ്ഡലം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഭൂപ്രശ്നമാണ്. ഭൂപ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രശ്നവും അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടുകയാണ്.
മനുഷ്യന് ആവശ്യമായ അല്ലെങ്കിൽ അവൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കെട്ടിടങ്ങളും നിർമ്മിതികളും നിർമ്മിക്കാൻ അവൻ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ വികസനം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ബാക്കി വികസനങ്ങളെല്ലാം തനിയെ എത്തും എന്നുള്ളതാണ്. അപ്പോൾ അടിസ്ഥാനപരമായി എൻ്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള ജനങ്ങൾക്ക് നൽകുന്ന മുദ്രാവാക്യം ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം, വിശിഷ്യ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലം ഈ കാർഡമം ഹിൽ റിസർവ് എന്ന പേരിൽ അനുഭവിക്കുന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ എൻ്റെ വാഗ്ദാനം. അത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പാലിക്കാൻ ഞാൻ പൂർണ്ണമായി അതിനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ വിജയം 100%. 100% ഉറപ്പിലാണ്. 100% വിജയം ഉറപ്പിലാണ് ഈ മണ്ഡലത്തിൽ. ഏതായാലും ഉടുമ്പൻചോല മണ്ഡലം ഇത്തവണ UDF പാളയത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സേനാപതി വേണുള്ളത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.